ഇന്ന് നോമിനേഷൻ കൊടുത്ത അവസാന തീയതി ഇന്നലെയാണ് രാത്രി 10 മണിയോട് കൂടിയാണ് പ്രഖ്യാപനം. എന്നിട്ടും ഇപ്പോഴും പാർട്ടി തിരുത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് പാർട്ടി സ്വാഭാവികമായും എന്റെ പേരുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ പേരിന് വിശ്വാസത്തിലാണല്ലോ നമ്മൾ മറ്റുള്ള മേഖലയിലേക്ക് പോകാൻ തയ്യാറാകാതെ അവിടെ അവരുടെ ഫോൺ കോളോ അല്ലെങ്കിൽ അത്തരത്തിൽ ലിസ്റ്റുമായി കാതോർക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോയത്. സ്വാഭാവികം പാർട്ടിക്ക് തിരുത്താലോ. പാർട്ടി തിരുത്തിയിട്ടില്ലെങ്കിൽ പാർട്ടിയെ തിരുത്താനുള്ള ഒരു വിധിയാണ് ജനവിധി. ആ ജനവിധിയിൽ മത്സരമായിട്ട് ആ ജനവിധിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അത് പാർട്ടിക്ക് ക്ഷീണമാകാതിരിക്കണം. എന്നെ സ്നേഹിക്കുന്ന, എന്റെ പ്രവർത്തനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിനുടനീളമുണ്ട്. അവർ തെറ്റിദ്ധരിക്കപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ വൈകാരികമായി സംസാരിച്ചത്, ഇത്തരത്തിൽ പറഞ്ഞത്. സ്വാഭാവികമായും 2 മണിക്ക് നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായപ്പോഴും 4 മണി വരെ എന്നെ കാതോർത്തത് എന്റെ മാധ്യമ സുഹൃത്തുക്കളാണ്. മാധ്യമ സുഹൃത്തുക്കളെ കുറിച്ച് പലതും പറയാൻ പലരും ആഗ്രഹിക്കാറുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം അഭിമാനത്തോടു കൂടി പറയുകയാണ്, വയനാട് ജില്ലക്കകത്തെ ഈ മാധ്യമ റിപ്പോർട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടർമാർ, ഈ ക്യാമറമാൻമാർ, ഇവരെന്നോട് പറഞ്ഞത് ജസീറെ 6 തവണ അല്ലെങ്കിൽ 7 തവണ നീ ആലോചിച്ച് നീ മുന്നോട്ട് പോകണം, നിന്റെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകർ കാണിച്ച മാന്യത എന്റെ പാർട്ടി കാണിക്കും എന്നതാണ് എന്റെ പ്രതീക്ഷ.